എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാൻ മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇന്നലെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസമാണ്, സന്തോഷം ലഭിച്ച ദിവസമാണ്. ഇന്നലെ ശ്രീ മുരുകൻ കാട്ടാക്കട സാറിൻ്റെ കയ്യിൽ നിന്ന് മലയാളം മിഷൻ ടീച്ചറായിട്ട് കുറേ കാലമായിട്ട് സർവീസ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാനുള്ള സൗഭാഗ്യമുണ്ടായി. കഴിഞ്ഞ 11 വർഷമായിട്ട് ഞാൻ മലയാളം ക്ലാസ് എടുക്കുന്നു. മലയാളം മിഷൻ മുംബൈ ചാപ്റ്ററിൻ്റെ കീഴിൽ ഞാൻ ഖാർഗർ കേരള സമാജം പഠന കേന്ദ്രത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജേണി വളരെ സന്തോഷകരവും സംതൃപ്തകരവുമാണ്. ഞാൻ നേരത്തെ LKG UKG പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ തീരെ ചെറിയ കുട്ടികളുമായിട്ടുള്ള സമയം ചിലവഴിക്കുന്നതും അവർക്കെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നത് എനിക്ക് വല്ലാത്ത ആത്മസംതൃപ്തി തരുന്ന കാര്യമാണ്. അപ്പം മലയാള ഭാഷയെയും അതിൻ്റെ സംസ്കാരത്തെയും നിലനിർത്തുവാൻ മുംബൈയിലാണെങ്കിൽ കൂടി കേരളത്തിന് പുറത്ത് ജനിച്ച് വളരുന്ന ഈ കുട്ടികൾക്ക് അവരുടെ മലയാള ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ സംസ്കാരം, അതിൻ്റെ സത്വം അത് അവരിലേക്ക് എന്നും നിലനിർത്തുവാനും അതിലൊരു ഭാഗമായി തീരുവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഇതുപോലെ എന്നെപ്പോലെ ഈ മലയാളം അധ്യാപകരായിട്ട് ഒത്തിരി പേര് ഇവിടെ മലയാളം മിഷന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുകൂടാതെ അതിനുവേണ്ടി പഠന കേന്ദ്രങ്ങൾ കൂടുതലും പല സംഘടനകൾ സംഘടിപ്പിക്കുന്നവരാണ്, അവർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ എൻ്റെ കൂടെ സഹകരിക്കുന്ന, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്നെ ഏറ്റവും അധികം എന്നോട് സഹകരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ളവരാണ്. കാരണം ഞാൻ ഞായറാഴ്ചയാണ് പോയിട്ട് മലയാളം ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച വീട്ടിലുള്ളവർ കുറേ അഡ്ജസ്റ്റ് ചെയ്യും, ഫുഡ് ഉണ്ടാക്കാനൊക്കെ കുറച്ച് അവരൊക്കെ സഹായിക്കും. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും ചെയ്തു വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോകും. അപ്പം അങ്ങനെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിച്ച മലയാളം മിഷന് ഒത്തിരി നന്ദി. അപ്പം മലയാളം മിഷൻ്റെ വനിതാ ദിന ആഘോഷമായിരുന്നു. വനിതാ ദിനം 2025 ആഘോഷവും അധ്യാപക സംഗമവുമായിരുന്നു ഇന്നലെ ആദർശ വിദ്യാലയയിൽ നടന്നത്. ശ്രീ മുരുകൻ കാട്ടാക്കട സാറ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ വളരെ സന്തോഷമേറിയതായിരുന്നു. അതുകൂടാതെ എൻ്റെ പ്രിയ കൂട്ടുകാരി നിഷ പ്രകാശ് ടീച്ചറിന് ബോധി പുരസ്കാരം ലഭിച്ചു. പിന്നെ എൻ്റെ കൂടെ ഇതേ അധ്യാപകന് ഇതിൽ മുഴുകിയിരിക്കുന്ന ഒത്തിരി എൻ്റെ കൂട്ടുകാരികൾക്കും അവരുടെ ആ ഒരു സർവീസിന് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അപ്പം എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞ വനിതാ ദിന ആഘോഷം നടന്നു. അപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ ഇടാൻ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ അതങ്ങനെ നടക്കില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ ഇന്നലെ ട്രെയിൻ യാത്ര ചെയ്തപ്പോൾ ഉള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ സാധിക്കുമെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും യൂട്യൂബിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരന്മാർക്കും എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്കും അതുപോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഒരു സാധാരണ വീട്ടമ്മയായ എനിക്ക് നിങ്ങൾ തരുന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനമാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് അതെനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ ഓരോ വാക്കുകളും എൻ്റെ കൂടെ ഇത്രയും ദിവസം നിന്നതിന് ഒത്തിരി താങ്ക്സ്. ഞാൻ എനിക്ക് കിട്ടിയ സമ്മാനമൊക്കെ ഫോട്ടോയൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു. ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, രാമേന്ദ്രൻ മഞ്ചപ്പുറത്ത് സാറാണ് നമ്മുടെ ഇവിടെ. പിന്നെ റീന മാഡം, ഇവരൊക്കെയാണ് മലയാളം മിഷൻ. രുക്മിണി മാഡം, രുക്മിണി സാഗർ മാഡം, ഇവരൊക്കെയാണ് ഇതിൻ്റെ മലയാളം ഭാഷ, അതായത് മലയാളം മിഷൻ്റെ ഇവിടുത്തെ മുംബൈ ചാപ്റ്ററിൽ മെയിനായിട്ടൊക്കെ നിൽക്കുന്നവർ.
അവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം അവർ നമുക്ക് വളരെ പോസിറ്റീവ് എനർജി, അവർ തരുന്ന പോസിറ്റീവ് എനർജിയും അവർ ചെയ്യുന്ന ആ ടീം ബിൽഡിങ്ങും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഇതിനേക്ക് വേണ്ടിയുള്ള ഉത്സാഹം അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾക്ക് എപ്പോഴും ആ കാര്യം വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൂടാതെ എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ മലയാളം പഠിക്കാൻ വേണ്ടി മുംബൈയിൽ അവർ തിങ്കൾ തൊട്ട് ശനി വരെ അവരുടേതായ ഒത്തിരി പഠനങ്ങളിലും ഒക്കെ വ്യാപൃതമായിരിക്കുമ്പോഴും ഞായറാഴ്ച അവർ മലയാളം പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു. അതിനെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു ഞായറാഴ്ച കിട്ടിയാൽ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ അത് വേണ്ട, എനിക്ക് മലയാളം പഠിക്കണം എന്ന് പറഞ്ഞ് വരുന്ന കുറേ കുട്ടികളുണ്ട്. അവരെ കൊണ്ടുവന്ന് ആക്കാനും അത് എൻ്റെ പേരൻസ് നോക്കിക്കഴിഞ്ഞാൽ ചില പേരൻസും മിക്കവാറും പേരൻസൊക്കെ വർക്കിംഗാണ്, ഹസ്ബൻഡും വൈഫും. എന്നാലും ഞായറാഴ്ച അവർ കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് വിടാനും അതൊന്നും ഒരു സന്മനസ്സ് വേണമല്ലോ. ആ സമയം കണ്ടെത്തി ആ കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് വിടുന്നു, തിരിച്ചു വിളിക്കാൻ വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് വരെ എങ്ങനെ മലയാളം പഠിച്ച് ആ മലയാളം വിഷയം പാസ്സാകുന്നുവോ അതിന് തത്തുല്യമായ രീതിയിൽ 10 വർഷത്തെ മലയാളം കോഴ്സ്, മലയാളം മിഷൻ്റെ കോഴ്സ് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് മുംബൈ ചാപ്റ്റർ 8 വാങ്ങിയ ദിവസമായിരുന്നു ഇന്നലെ. മുംബൈ ചാപ്റ്ററിന് ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു. നീലക്കുറിഞ്ഞി പഠിതാക്കൾ അവരുടെ പഠനോത്സവത്തിൽ അതിവിജയം കരസ്ഥമാക്കി അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും അവരുടെ അധ്യാപകർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. കാവ്യാലാപന മത്സരം, അതുപോലെ തന്നെ പുസ്തക നിർമ്മാണം, ഇതുപോലെയുള്ള മത്സരങ്ങളിലും മറ്റും പങ്കെടുത്ത് അതിന് വിജയിച്ച ഓരോ കുട്ടികൾക്കും അതിന് നേതൃത്വം നൽകിയ, അതിന് എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയ അവരുടെ അധ്യാപകർക്കും പേരൻസിനും, അതുപോലെ അതിനോട് അത്രയും താല്പര്യത്തോടുകൂടി അതിൽ പങ്കെടുത്ത കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു.